ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയെയും നന്ദുവിനെയാണ് കാണിക്കുന്നത്. അപ്പം നന്ദു വളരെയേറെ അരിശത്തോടു കൂടി തന്നെ അനിയോട് പറയണം, അനി നിനക്ക് വല്ല കാര്യം അറിയോ? ഇന്നേ നവീനേട്ടൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച എന്താ, നവീനേട്ടൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടില്ല, ആ ഒരു കാരണത്താലേ ഈ ഒരു നിശ്ചയവും കല്യാണമൊക്കെ മുടങ്ങുമെന്നൊക്കെ അല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലടാ, ഇന്ന് വീട്ടിലൊക്കെ വന്നത് അവർ മനസ്സ് മാറിക്കൊണ്ടാ. എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് എന്താണെന്നറിയാവോ? അത് പറഞ്ഞത്, എനിക്ക് നന്ദുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, എൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, എൻ്റെ മകൻ്റെ ഇഷ്ടം എന്താണ് അതിനോട് ഒത്തുപോകാനാണ് ഞങ്ങൾക്കും താല്പര്യം എന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പറയണം, എന്ത് ചിന്തിക്കണം എന്നറിയാൻ പാടുന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇത് കേട്ടപ്പോഴേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതെ സ്വർഗലോകം കിട്ടിയ പോലെ ആയിരുന്നു. നവീനേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും ആയിരുന്നു പേടി. ഇപ്പം ആ ഒരു പേടിയും തീർന്നു. അവരാണെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യോടാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിക്കാണെങ്കിൽ ആകെ വെപ്രാളം. അപ്പോൾ അനിയാണെങ്കിൽ അല്ല അവനറിയാലോ എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന്, അവനത് പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും അവൻ എന്തിനാ നിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അനി, നവീനേട്ടനെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അനി, നവീനേട്ടൻ നിന്നോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ നവീനേട്ടനോട് പറയണമായിരുന്നു, ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ നേരത്തെ കാലം മുതലേ ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നവീനേട്ടൻ ഇങ്ങനൊരു ആലോചനയായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അനി, ആ സമയത്തൊക്കെ നീ നിശബ്ദതയായിട്ട് നിന്നു. അതാണ് പറ്റിയ തെറ്റ്. നിന്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ് അനി സംഭവിക്കാനുള്ള കാരണം. അപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? എടാ, കുറ്റപ്പെടുത്തിയതല്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നവീനേട്ടനോട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ, വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നവീനേട്ടൻ്റെ ഈ അമ്മയും അതേപോലെ തന്നെ മുത്തശ്ശനും കൂടി വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ സന്തോഷത്തിൽ മതി മറന്നു നിൽക്കുന്ന സമയവും ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യില്ലേ? അത് ശരി. അപ്പോൾ നവീനെ പോലെ ഒരാൾ വന്ന് നിൻ്റെ വീട്ടിൽ കല്യാണാലോചന നടത്തുമ്പോൾ നിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടാവുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നവീനെക്കുറിച്ച് ആർക്കും ഒരു ചീത്തപ്പേരില്ലല്ലോ, ആരും ഒരു പരാതിയും പറയില്ലല്ലോ. അപ്പോൾ നിനക്കും അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാകും അല്ലേ? എന്നിട്ട് അതേടാ, എൻ്റെ മനസ്സ് മാറി. നിന്നെ ഉപേക്ഷിച്ച് ഞാൻ ഇനി അനിയെ കെട്ടാനായിട്ട് പോവുകയാണ്, ഒറ്റ കുത്ത് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിട്ടിങ്ങനെ ഒരു കുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, അല്ല എൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ആടി ഞാൻ അങ്ങനെ പറഞ്ഞത്. എടാ, നിന്നെ പോലെ ടെൻഷൻ എനിക്കും ഉണ്ട്. ഈ നവീനേട്ടനല്ല ആര് വന്നാലും നിന്നെ മറന്ന് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. എനിക്ക് നീയല്ലാതെ ഈ ഭൂലോകത്ത് വേറെ ആരെയും ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് എനിക്ക് സാധിക്കത്തുമില്ല. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കുവാനേ. ഇത് കേട്ടപ്പോഴേക്കും കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. എടാ, എനിക്കറിയാം കേൾക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകുമെന്ന്. കാരണം എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പറയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നീ എന്നെക്കൊണ്ട് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നത് അല്ലേടാ. നിൻ്റെ മനസ്സിൽ ഐഡിയൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോടാ നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ നന്ദു. എടി, ഇനിയിപ്പോൾ എന്ത് ചെയ്യോടി? നമുക്കിപ്പോൾ നവീനോടിപ്പോൾ തുറന്നു പറയാൻ പറ്റുമോ ഈ സമയത്ത് എന്തെങ്കിലും തുറന്നു പറയാനായിട്ട് പറ്റുമോ? നീ ചിന്തിച്ച് നോക്കിക്കണ്ടേ. നവീനേട്ടനാണെങ്കിൽ നമുക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങേ അപ്പുറം ഉപകാരങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നിൻ്റെ കുടുംബം മുഴുവൻ രക്ഷിച്ചത് നവീനേട്ടൻ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്കിതിനോട് ഒന്നും പറയാനായിട്ട് പറ്റില്ല. എടി, അപ്പോൾ പിന്നെ കല്യാണം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ലല്ലോ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ അല്ലാതെ വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ല. എടി, പിന്നെ ഞാനും വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, നന്ദുവിനെ എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ വേറൊരാളും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ നല്ല നല്ല ഓർമ്മകളുണ്ട്, ആ ഓർമ്മകളായിട്ട് ഞാനങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിൻ്റെ നല്ല നല്ലതായ ഓർമ്മകൾ എൻ്റെ മനസ്സിലും ഉണ്ട്. അതനുസരിച്ച് ഞാനും മുന്നോട്ട് പോകും, അല്ലാതെ വേറൊരാളെൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാനായിട്ട് പോകുന്നില്ലടാ നീ എന്നൊക്കെ പറയുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട്, എങ്കിലേ നീ വണ്ടി കയറിയേ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. ചുറ്റാനോ? ഞാനൊന്നും വണ്ടി കയറുന്നില്ല. എങ്ങോട്ട് ചുറ്റാൻ പോകുന്നു? വേണ്ടട്ടോടാ പറഞ്ഞപ്പോഴേക്കും വേണം, നീ വണ്ടി കയറ്. അങ്ങനെ നന്ദു വണ്ടിയിലോട്ട് കയറുകയാണ്. ഒരേ 1/2 മണിക്കൂർ
അരമണിക്കൂർ നിന്നെ കൊണ്ടൊന്ന് ചുറ്റണം, അത്രേ ഉള്ളൂ. അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 5 മണിക്കൂർ ആകരുത് കേട്ടല്ലോ. ഇല്ലടി, 5 മണിക്കൂർ ആവില്ല, എങ്കിൽ പിന്നെ നമുക്ക് വിട്ടാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വിട്ടു പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ നേരെ വീടിനകത്തേക്ക് കയറി വരിക. ആ സമയത്ത് ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നവ്യെ നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ ഞാനെവിടെ പോയതാണെന്ന് എന്തിനാണ് ഞാൻ ലമ്മയോട് പറയുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. എവിടെ പോയാലും എന്ത് പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാൻ എങ്ങനെ പോയാലും. പിന്നെ എന്താ പ്രശ്നം? അപ്പോഴേക്ക് നയന വന്നിട്ട്, അല്ല ഈയിടെയായിട്ട് ചേച്ചി കറങ്ങി നടക്കുന്നുണ്ടല്ലോ, അല്ല ചേച്ചി എന്തിനാണ് നവീനെ കാണാനായിട്ട് പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഓ ഞാൻ നവീനെ കാണാൻ പോയത് നീ അറിഞ്ഞു, അപ്പോൾ അതെന്തിനാണെന്നും നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, പിന്നെ എന്തിനാണ് ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, നീ എന്തിനാ ഈ അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെന്ന് നവീനോട് പറഞ്ഞത്? അതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അതവരുടെ കല്യാണം മുടക്കാൻ വേണ്ടി. ഓ അത് ശരി, അപ്പോൾ അവരുടെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇങ്ങോട്ട് നന്ദു വരുമല്ലോ, എന്താ അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എങ്ങോട്ടും നന്ദു വരുന്നത് ഇഷ്ടമല്ല. അപ്പോഴേക്കും ജലജ പരക്കം മാഞ്ഞ് ഓടി വരിക. അപ്പോൾ ജലജ ഓടി വന്നിട്ട്, എന്താ ഇവള് പറഞ്ഞത്? ഇവളെന്തിനാ നവീനെ കാണാനായിട്ട് പോയത്? നീ എന്താ നവീനും നന്ദുമായിട്ടുള്ള കല്യാണം നീ മുടക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കിത് എന്തിൻ്റെ കേടുണ്ടായിട്ടാടി? നീ എന്തിനാ അവരുടെ കല്യാണം മുടക്കാനായിട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് അവൾ ഒരു വീട്ടിലേക്കും കയറി പോകുന്ന ഇഷ്ടമല്ലെന്നേ. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല, അവൾ ഇങ്ങോട്ടും വരാൻ പാടില്ല, നവീൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്ക് വളരെയേറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്, ഞാനതിന് ഓക്കെ പറയുന്നു എന്നൊക്കെ ജലജ പറയണം. അപ്പോൾ ജലജയുടെ ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, അതൊന്ന് നീ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞത്? അല്ല അപ്പോൾ ഈ അനി എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ പറഞ്ഞത് അവന്തിക്ക് ഇഷ്ടമല്ല, എനിക്ക് നന്ദുവിനാണ് ഇഷ്ടം, നന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്താ ഓക്കെ എന്ന് പറഞ്ഞത്? അതേ, അനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനിയുടെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, അവളെ ഇങ്ങോട്ട് കേറ്റൂല്ല. അത് മറന്നു പോകരുത് ഏട്ടത്തി, അതും കൂടി ഒന്ന് ആലോചിക്കണം. എന്തൊക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞാലും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ, പക്ഷേ നന്ദുവിനെ അന്വേഷിച്ചേ അത് നവീന വന്നത് പെണ്ണാലോചിച്ച്. എടി പെണ്ണാലോചിച്ച് അങ്ങനെ വന്നെങ്കിലും നവീൻ്റെ അമ്മയ്ക്ക് നന്ദുവിന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം മുടങ്ങിപ്പോകുക തന്നെ ചെയ്യും. നമുക്ക് കാണാമല്ലോ. കാണാം, എങ്ങനെയായാലും ഞാനും അവരെ ഒന്ന് പോയി കാണുന്നുണ്ട്. നവീൻ്റെ അമ്മയെ കണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കല്യാണം മുടങ്ങിക്കോളെന്ന് പറഞ്ഞ് നവ്യ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും ജലജയാണെങ്കിൽ ഇതിനൊക്കെ എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 പെൺമക്കളെയും ഒരു വീട്ടിലേക്ക് തന്നെ കെട്ടിച്ചയക്കുന്നു. ഇതേ ആദ്യത്തെ സംഭവം ആയിരിക്കും. ആയിക്കോട്ടെന്നേ, ആദ്യത്തെ സംഭവം ആയിക്കോട്ടെ. ഈ ഒരു കുടുംബം അങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ നിൻ്റെ പാട് നോക്കി പോ ജലജയെ എന്ന് പറഞ്ഞ് ജലജയെ അരിശപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് വിടുകയാണ്. അപ്പോഴേക്കും ഈ നയനയാണെങ്കിൽ, അമ്മേ എന്താ ഇപ്പം ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നല്ലതിനാണെന്ന് കരുതാം എന്നും പറഞ്ഞുകൊണ്ട് നയനയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ദേവയാനി, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, നവ്യയുടെ മനസ്സിലിരിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും നവ്യയുടെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആദർശമോനും നയനമോളും കണ്ടെത്തിക്കോളും, അതിനൊരു തർക്കവും വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനെയാണ്. അപ്പോൾ നവീൻ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും, എന്താണ് മുത്തശ്ശ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, എന്താണ് സന്തോഷത്തിനുള്ള കാരണം? അതെ സന്തോഷമുണ്ട്. എടാ ഞങ്ങളെ രണ്ടുപേരും കൂടി നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടിട്ട് വന്നിരിക്കുകയാണെന്ന് പറയാണ്. പെണ്ണിനെ കണ്ടുവന്നോ? എന്താ മുത്തശ്ശി ഇത്? എൻ്റെ മനസ്സിലുള്ള പെണ്ണിൻ്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞതാണ്. എന്നിട്ട് എനിക്ക് വേണ്ടി എന്തിനെ പെണ്ണ് കാണാൻ വേണ്ടി പോയി? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടെത്തിയ പെണ്ണിനെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതോടെ അത് നിർത്തിക്കോളൂന്നേ, അല്ലാതെ എനിക്ക് വേണ്ടി പെണ്ണ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മേടാ അങ്ങനെ ആ പെണ്ണിനെ നിനക്കിഷ്ടമാകും, നിനക്കിഷ്ടമുള്ള പെണ്ണ് തന്നെയാണ്. എനിക്കങ്ങനെ ഒരു പെണ്ണുങ്ങളെ ഇഷ്ടമാവില്ല.
മുത്തശ്ശൻ എന്തൊക്കെയാ പറയുന്നത്. അപ്പം അമ്മയാണെങ്കിൽ അതേടാ, നമ്മുടെ കുടുംബത്തോട് ചേർന്ന പെണ്ണ് തന്നെയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ കുടുംബത്തിന് ചേരാത്ത പെണ്ണുങ്ങളെയൊന്നും ഞാനങ്ങടെ കേറ്റില്ല എന്ന്. പിന്നെ നിന്റെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ, നിന്റെ സാങ്കല്പികം കാര്യങ്ങളൊക്കെ കേട്ടു. അതിനുശേഷമാണ് ഞങ്ങൾ ആ പെണ്ണിനെ പോയി കണ്ടത്. ആ പെണ്ണിനെ പോയി കണ്ടു, അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചു, അവർക്കും ഓക്കെയാണ്. അപ്പോൾ നിനക്കും ഓക്കെയാണെന്ന് പറയാണ്. ഞാൻ പറഞ്ഞോ എനിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാണെന്നേ നിങ്ങൾ തിടുക്കം കൂട്ടി ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത്? ഇത് വല്ലാത്തൊരു മോശമായി പോയിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഞങ്ങൾ ചെയ്ത് ഒരു മോശമായി പോയിട്ടുമില്ല. ഞങ്ങൾ കണ്ട പെണ്ണ് നിനക്ക് ഓക്കെയാണ്. എനിക്ക് ഓക്കെയാണെന്ന് നിങ്ങളാണോ പറയുന്നത്? അതെ, ഞങ്ങൾ തന്നെയാണോ പറയേണ്ടത്? കാരണം ഞങ്ങൾ ഇന്ന് കാണാൻ പോയത് ആരെയാണെന്ന് അറിയാവോ? ഗോവിന്ദനെയും കനകയെയുമാണ്. ഇത് കേട്ട നവി ഞെട്ടിപ്പോവാണ്. ആരെ? ആ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയെയാണ് ഞങ്ങൾ കാണാൻ പോയത്. നന്ദുവിനെ കണ്ട് സംസാരിച്ചു, അവരോടൊക്കെ ഞങ്ങൾ ഓക്കെയും പറഞ്ഞു. ഞങ്ങൾക്ക് നന്ദുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അവർക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കേ ഭയങ്കര സന്തോഷമായി. എന്താണ് നവീനെ, നിനക്ക് സന്തോഷമായില്ലേ? അപ്പോൾ നന്ദുവിൻ്റെ വീട്ടിലാണോ നിങ്ങൾ പോയത്? അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചല്ലേ? സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു. എത്രയും പെട്ടെന്നേ നമുക്ക് നിശ്ചയം അങ്ങോട്ട് നടത്തണം. എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്താനോ? അയ്യോ, അത് വേണ്ട. എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണ്ട. നിശ്ചയേ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിശ്ചയം നടത്തിയാൽ മതി. പിന്നെ കല്യാണമാണെങ്കിലേ ഒരു അടുത്ത ചിങ്ങത്തിൽ കല്യാണം നടത്തിയാൽ മതി. അച്ഛാ, ഇവൻ പറയുന്നത് കേട്ടില്ല അച്ഛാ? അടുത്ത ചിങ്ങത്തിൽ നിന്നതേ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് നിശ്ചയം കല്യാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു മരുമകളെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതേ, ഈ വർഷം മരുമകളെ എനിക്ക് കിട്ടും. അടുത്ത വർഷം നന്ദു എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെയും തരണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ട നവീൻ പെട്ടുപോയൊരവസ്ഥ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശും നയനയും കൂടി ചേർന്ന് സേവ്യറിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കണം. വാ വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ ഇരിക്കുക. ഒരു കഴിഞ്ഞപ്പോഴേക്കും, അതെ, നിങ്ങളുടെ സംശയം ശരി തന്നെയാണ്. അവർക്ക് ഇത്രയും കോളുകൾ പോയില്ലേ, അത് നവ്യയുടെ കോള് തന്നെയാ. നവ്യയാണ് അവരെ തെരുതെരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ നയനയോടും ആദർശിനോടും പറയുകയാണ്. ഇത് കേട്ട ഇവർക്ക് സന്തോഷവും തോന്നുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.